നമസ്കാരം. മൾട്ടി ബാഗർ റിട്ടേൺ തരാൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്ന ഒരു കാറ്റഗറിയിലെ സ്റ്റോക്കുകളാണ് ഹൈ റിസ്ക് ഹൈ റിവാർഡ് കാറ്റഗറിയിൽ ഉൾപ്പെട്ട സ്മാൾ ക്യാപ് സ്റ്റോക്കുകൾ. ഹൈ റിസ്ക് ഹൈ റിവാർഡ് കാറ്റഗറിയിൽ ഉൾപ്പെട്ട സ്മാൾ ക്യാപ് സ്റ്റോക്കുകളിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുന്നുണ്ടെങ്കിൽ ഈ കമ്പനികൾ മികച്ച റിട്ടേൺ തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്നത്തെ വീഡിയോയിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് തുടർച്ചയായി സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുന്ന ഹൈ റിസ്ക് ഹൈ റിവാർഡ് കാറ്റഗറിയിലെ സ്മാൾ ക്യാപ് സ്റ്റോക്കുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ 3 മാസമായി ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് സെല്ലറായി തുടരുകയാണ്. ആഗസ്റ്റ് മാസത്തിൽ 20,000 കോടിയുടെയും സെപ്റ്റംബർ മാസത്തിൽ 26,000 കോടിയുടെയും ഒക്ടോബർ മാസത്തിൽ 13,000 കോടിയുടെയും നെറ്റ് സെല്ലിംഗ് ആണ് FIS ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. ഈ സാഹചര്യത്തിലും FIS ചില സ്മാൾ ക്യാപ് സ്റ്റോക്കുകളിൽ ബൈയിങ് നടത്തുന്നു എന്നുള്ളത് ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസ് നൽകുന്ന ഒരു ഡേറ്റയാണ്. ഒന്നാമത്തെ സ്റ്റോക്ക് റൈറ്റ്സ് ലിമിറ്റഡ്. 11,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 21.7, ഡിവിഡൻഡ് ഈൽഡ് 4.41%. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 5.4% ഇടിഞ്ഞ് 464 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 2018 മാർക്കറ്റിൽ ലിസ്റ്റഡായ കമ്പനി ഇതുവരെ 200%-നടുത്ത് റിട്ടേൺ നൽകി. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സഹായിക്കുന്ന രീതിയിൽ 4.5%-നടുത്ത് ഡിവിഡൻഡ് ഈൽഡും കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നു. PSU സെഗ്മെന്റിലെ റൈറ്റ്സ് എന്ന കമ്പനിക്ക് റീസെന്റ് ഗവൺമെന്റ് നവരത്ന സ്റ്റാറ്റസ് നൽകിയിരുന്നു. നവരത്ന സ്റ്റാറ്റസ് ലഭിക്കുന്ന 16ാമത്തെ PSU കമ്പനിയാണ് റൈറ്റ്സ്. റൈറ്റ്സ് എന്ന കമ്പനി പ്രധാനമായും കൺസൾട്ടൻസി സർവീസും എഞ്ചിനീയറിംഗ് സെക്ടർ സർവീസുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. റെയിൽവേ, ഹൈവേ, എയർപോർട്ട്, പോർട്ട്, അർബൻ ട്രാൻസ്പോർട്ട്, ഇൻലൻഡ് വാട്ടർവേസ് തുടങ്ങിയവയാണ് റൈറ്റ്സിന്റെ പ്രധാന ക്ലയന്റുകൾ. റെയിൽവേയുടെ പല ഓവർസീസ് പ്രോജക്റ്റുകൾക്കും റോളിംഗ് സ്റ്റോക്ക് സപ്ലൈ ചെയ്യുന്നതും റൈറ്റ്സ് ആണ്. കൂടാതെ റെയിൽവേ വർക്ക്ഷോപ്പുകളുടെ മോഡേണൈസേഷനും റെയിൽവേ ലൈനുകളുടെ ഇലക്ട്രിഫിക്കേഷനും ഡബിളിംഗും പോലുള്ള വർക്കുകളും റൈറ്റ്സ് നടത്തുന്നു. റൈറ്റ്സിന്റെ റവന്യൂ ഡിസ്ട്രിബ്യൂഷൻ പരിശോധിച്ചാൽ 41% റവന്യൂവും കൺസൾട്ടൻസി സെഗ്മെന്റിൽ നിന്നാണ്, 5% റവന്യൂ ലീസിംഗിൽ നിന്നും, 6% റവന്യൂ ഇലക്ട്രിഫിക്കേഷൻ പോലുള്ള ടെൻകി പ്രൊജക്ടുകളിൽ നിന്നും, എക്സ്പോർട്ടിൽ നിന്നും 36% റവന്യൂവും പവർ ജനറേഷനിൽ നിന്നും 0.8% റവന്യൂവും കമ്പനി ജനറേറ്റ് ചെയ്യുന്നു. ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ 6,435 കോടിയുടെ ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ ഓപ്പറേറ്റിംഗ് മാർജിൻ 28%-ൽ നിന്നും 30%-ലേക്ക് ഉയർത്തിയിരുന്നു. നെറ്റ് പ്രോഫിറ്റ് 120 കോടിക്കടുത്ത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ROE 21.3-ഉം ROCE 29.7-ഉമാണ്. ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ സെയിൽസും പെർഫോമൻസും ഇംപ്രൂവ് ആകുന്നു എന്നുള്ളതും ഒരു പോസിറ്റീവ് ഫാക്ട് തന്നെയാണ്. 2,628 കോടി രൂപയുടെ സെയിൽസും 571 കോടി രൂപയുടെ പ്രോഫിറ്റുമാണ് 2023 ഫിനാൻഷ്യൽ ഇയറിൽ റൈറ്റ്സ് എന്ന കമ്പനി റെക്കോർഡ് ചെയ്തത്. റൈറ്റ്സിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയരുന്നു, പ്രത്യേകിച്ചും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ. മാർച്ച് ക്വാർട്ടറിൽ 3.37% സ്റ്റേക്ക് ഹോൾഡിംഗ് ആയിരുന്നു. അത് സെപ്റ്റംബർ ക്വാർട്ടർ ആയപ്പോൾ 3.98%-നടുത്തേക്ക് ഉയർന്നു. DASന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 12.7%, പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 11%, പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ ഗവൺമെന്റിന് 72.20% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. റൈറ്റ്സ് എന്ന കമ്പനി നെറ്റ് ഡെപ്റ്റ് ഫ്രീ കമ്പനി കൂടിയാണ്. 2,363 കോടി രൂപയുടെ റിസർവ് ഉണ്ട്. വെറും 5 കോടി രൂപയുടെ കടം മാത്രമാണുള്ളത്. 400 എന്ന ലെവലിൽ നിന്നും ബ്രേക്കൗട്ട് നൽകിയതിനു ശേഷം സ്റ്റോക്ക് 580 വരെ ഉയരുകയും 580-ൽ നിന്നും പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് സ്റ്റോക്ക് 467-നടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. 450 ഒരു സപ്പോർട്ടായി പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം സ്റ്റോക്ക് 450 എന്ന സപ്പോർട്ട് മറികടന്ന് 400 എന്ന ലെവലിലേക്ക് എത്തുകയാണെങ്കിൽ ബൾക്ക് ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് റൈറ്റ്സ് എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാം. രണ്ടാമത്തെ സ്റ്റോക്ക് മിഷ്ടാൻ ഫുഡ്സ് ലിമിറ്റഡ്. 1,260 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 11.6. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 2% ഇടിഞ്ഞ് 12 രൂപ 60 പൈസയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 2018 ലിസ്റ്റഡായ കമ്പനി ഇതുവരെ ഇൻവെസ്റ്റേഴ്സിന് 740%-നടുത്ത് റിട്ടേൺ ആണ് നൽകിയത്. സ്റ്റോക്ക് വോളറ്റിലിറ്റി കൂടിയ ഒരു സ്റ്റോക്കാണ്. FMCG കാറ്റഗറിയിൽ ഉൾപ്പെട്ട മിഷ്ടാൻ ഫുഡ് എന്ന കമ്പനി പ്രധാനമായും ബസുമതി റൈസ്, വീറ്റ്, പൾസ്, സാൾട്ട് എന്നിവയുടെ മാർക്കറ്റിംഗും സെല്ലിംഗുമാണ് നടത്തുന്നത്. ഇതോടൊപ്പം തന്നെ കമ്പനി എഥനോൾ മാനുഫാക്ചറിംഗ് ബിസിനസ്സും ആരംഭിച്ചിട്ടുണ്ട്. ഗ്രെയിൻ ബേസ്ഡ് എഥനോൾ കമ്പനി മാനുഫാക്ചർ ചെയ്യുകയും 1000 കിലോ-ലിറ്റർ പെർ ഡേ എന്ന ടാർഗറ്റ് കമ്പനി അച്ചീവ് ചെയ്യുകയും ചെയ്തു. 1,260 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കിന്റെ വാല്യൂഷൻ 25.2, 52 വീക്ക് ഹൈ 15.1, 52 വീക്ക് ലോ 7 രൂപയ്ക്കടുത്ത്. പ്രൊമോട്ടേഴ്സിന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് റീസെന്റ് അതായത് കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 49.77-ൽ നിന്നും 49.82%-ലേക്ക് ഉയർന്നു.
FISന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 1.13% നിന്നും 1.58% വർദ്ധിച്ചു. പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 49% നിന്നും 48.6% ഇടിഞ്ഞു. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ 169 കോടിയിൽ നിന്നും സെയിൽസ് 294 കോടിയിലേക്ക് ഉയർത്തുകയും 14% നിന്നും ഓപ്പറേറ്റിംഗ് മാർജിൻ 25% മെച്ചപ്പെടുത്തുകയും നെറ്റ് പ്രോഫിറ്റ് 14 കോടിയിൽ നിന്നും 69 കോടിയിലേക്ക് കമ്പനി ഉയർത്തുകയും ചെയ്തു. 2023 ഫിനാൻഷ്യൽ ഇയറിൽ 650 കോടി രൂപയുടെ സെയിൽസും 50 കോടി രൂപയുടെ പ്രോഫിറ്റുമാണ് കമ്പനി നേടിയത്. മിഷ്ടാൻ ഫുഡ് എന്ന സ്റ്റോക്ക് ഒരൽപ്പം വോളറ്റൈലായ സ്റ്റോക്കാണ്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 10 രൂപ, 9 രൂപ എന്നീ റേഞ്ചുകളിൽ വളരെ സ്ട്രോങ് സപ്പോർട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റോക്ക് ടിറ്റാഗാർ റെയിൽ സിസ്റ്റം ലിമിറ്റഡ്. 9,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 48.3 ഡിവിഡൻഡ് ഈൽഡ് 0.065%. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 8.6% ഇടിഞ്ഞ് 770 ക്ലോസിംഗ് നൽകി. 3 മാസം കൊണ്ട് 24%, 6 മാസം കൊണ്ട് 130%, 1 വർഷം കൊണ്ട് 384%, 3 വർഷം കൊണ്ട് 1676% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് ടിറ്റാഗാർ. ടിറ്റാഗാർ എന്ന കമ്പനിയുടെ സെയിൽസ് ഓരോ വർഷം കഴിയുന്തോറും വർദ്ധിക്കുന്നു. 1520 കോടിയിൽ നിന്നും 2 വർഷം കൊണ്ട് സെയിൽസ് 2779 കോടിയിലേക്ക് കമ്പനിക്ക് മെച്ചപ്പെടുത്താനും 147 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് നേടാനും സാധിച്ചു. ടിറ്റാഗാർ എന്ന കമ്പനി പ്രധാനമായും ഫ്രൈറ്റ് വാഗൺ, പാസഞ്ചർ കോച്ച്, മെട്രോ ട്രെയിൻ ഇലക്ട്രിക്കൽ, സ്റ്റീൽ കാസ്റ്റിംഗ് എന്നിവ മാനുഫാക്ചർ ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന കമ്പനിയാണ്. 9,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 46, ROE 13.9, ROCE 17.6. ഈ കമ്പനിയിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 7% നിന്നും 16.85% ഉയർന്നത്. DISന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 9% നിന്നും 10.4% ഉയർന്നു. പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 35% നിന്നും 27% കുറയുകയും പ്രൊമോട്ടേഴ്സിന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 44.97% രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 16%, 3 വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് 76%, 3 വർഷത്തെ ROE 161%. 935 കോടി രൂപയുടെ സെയിൽസ് ഉണ്ട്. 95 കോടി രൂപയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് കമ്പനി നേടിയത്. 12% ഓപ്പറേറ്റിംഗ് മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. 2023 ഫിനാൻഷ്യൽ ഇയറിൽ 2780 കോടി രൂപയുടെ സെയിൽസും 126 കോടി രൂപയുടെ പ്രോഫിറ്റും കമ്പനി നേടി. ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ ഏകദേശം 30,000 കോടിക്കടുത്തുള്ള ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. കമ്പനിക്ക് പ്രധാനമായും അഹമ്മദാബാദ് മെട്രോ റെയിൽ ഫേസ് 2 ഡെവലപ്മെന്റിൽ നിന്നും GMRCയുടെ സൈഡിൽ നിന്നും ബൾക്ക് ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ടിറ്റാഗാർ റെയിൽ എന്ന സ്റ്റോക്ക് 800 രൂപയിൽ നിന്നും, അതായത് 860 രൂപയിൽ നിന്നും കറക്റ്റായി 768 ട്രേഡ് ചെയ്യുന്നു. 750 സ്റ്റോക്കിന്റെ ഒരു സപ്പോർട്ട് തന്നെയാണ്. അതേസമയം സ്റ്റോക്കിൽ ഒരൽപ്പം കൂടി കറക്ഷൻ വന്നാൽ 630 സ്റ്റോക്കിന്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. 630 സ്റ്റോക്കിനെ ലഭിക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് പരിഗണിക്കാവുന്നതാണ്. നാലാമത്തെ സ്റ്റോക്ക് CMS ഇൻഫോസിസ്റ്റം ലിമിറ്റഡ്. 5,600 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 18.5, ഡിവിഡൻഡ് ഈൽഡ് 1.31%. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 4% ഇടിഞ്ഞ് 363 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 6 മാസം കൊണ്ട് 27% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. CMS ഇൻഫോസിസ്റ്റം ലിമിറ്റഡ് എന്ന കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാഷ് മാനേജ്മെന്റ് കമ്പനിയാണ്. ATM, ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, റീറ്റെയിൽ, ഇ-കൊമേഴ്സ് കമ്പനികൾ എന്നിവയ്ക്ക് ആവശ്യമായ ക്യാഷ് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ് CMS ഇൻഫോസിസ്റ്റം ലിമിറ്റഡ്. CMS ഇൻഫോസിസ്റ്റം ലിമിറ്റഡ് എന്ന കമ്പനിക്ക് 4,000-ലധികം ക്യാഷ് ക്യാരി വാനുകളും 240-ലധികം ബ്രാഞ്ചുകളും 1,50,000-ലധികം ബിസിനസ് പോയിന്റുകളുമുണ്ട്. കമ്പനിക്ക് പാൻ ഇന്ത്യ പ്രസൻസ് ആണുള്ളത്. 5,700 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 20.5, ROE 20.2, ROCE 28.2. ക്വാർട്ടർലി റിസൾട്ടിൽ 487 കോടി രൂപയുടെ സെയിൽസും 29% ഓപ്പറേറ്റിംഗ് മാർജിനും 75 കോടി രൂപയുടെ പ്രോഫിറ്റും കമ്പനി നേടി. 2023 ഫിനാൻഷ്യൽ ഇയറിൽ 1,700 കോടി രൂപയുടെ സെയിൽസും 28% ഓപ്പറേറ്റിംഗ് മാർജിനും 275 കോടി രൂപയുടെ പ്രോഫിറ്റുമാണ് കമ്പനി നേടിയത്. 1,342 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ കടബാധ്യതയില്ല. ഈ കമ്പനിയിൽ റീസെന്റ് പ്രൊമോട്ടേഴ്സിന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 46.4 നിന്നും 26.6% ഇടിഞ്ഞിരുന്നു. എന്നാൽ FISന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 15.2 നിന്നും 23.7 ഉയർന്നു. DISന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 20.9 നിന്നും 23.9 പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 17 നിന്നും 25% ഉയർന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 350 ഒരു പ്രധാന സപ്പോർട്ടാണ്.
റീസെൻ്റ്ലി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയ കമ്പനി അപ്വേർഡ് ട്രെൻഡാണ് ഫോളോ ചെയ്യുന്നത്. റാലിക്ക് ശേഷം കൺസോൾട്ടേഷൻ, വീണ്ടും റാലി, ഈ രീതിയിലുള്ള ട്രെൻഡാണ് സ്റ്റോക്ക് ഫോളോ ചെയ്യുന്നത്. സ്റ്റോക്ക് ഇപ്പോൾ കൺസോൾട്ടേഷൻ ഫേസിലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്